ഹായ് ഹലോ അസ്സലാമലൈക്കും. നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആരും നമ്മൾ മറന്നിട്ടില്ല എന്ന് വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേമാതിരി നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മക്കളിത് അവിടെ മുറ്റത്ത് സൈക്കിൾ ഓടിച്ച് കളിക്കട്ടോ. അപ്പോൾ നമുക്ക് അടുക്കളയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാനുണ്ട്. അരിയൊന്നുമില്ല കേട്ടോ, അതൊക്കെ വാങ്ങാനുണ്ട്, സോപ്പും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ എനിക്ക് കടയിലേക്ക് പോകേണ്ടത്. അപ്പോൾ കുറച്ച് നേരം മക്കളെ കളിപ്പിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്, മുറ്റത്ത് മരങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഭയങ്കര വെയിലാണ് കേട്ടോ. പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യേ. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതാ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകണുണ്ട് കേട്ടോ. ഇതാ കുട്ടികളെ മുടിയൊക്കെ മുട്ടടിച്ചിട്ടുണ്ട്. ആകെ മേലൊക്കെ ചൂടുകുരും ഒക്കെ ആയിട്ട് മുഖത്തും തലയിലൊക്കെ കുരുവായിരുന്നു. അപ്പോൾ രണ്ടാളി മുട്ടടിച്ചിട്ടുണ്ട്. പിന്നെ വെക്കേഷനായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ടില്ല കേട്ടോ. മദ്രസ പൂട്ടിയപ്പോഴും പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ, പോകാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ ഇടായിട്ട് നമ്മൾ അന്വേഷിച്ചിട്ട് കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വീഡിയോസൊന്നും ഇപ്പോൾ വരാത്ത, എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് എനിക്കൊരു വരുമാന മാർഗ്ഗമല്ലേ, ഇങ്ങനെ വീഡിയോ ഇടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചാലും കാണാത്തതിലും അന്വേഷിച്ചാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ദിവസവും വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരെയും സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ പറ്റിങ്ങളെ കാണാണ്ട് പോകണം പീടിയേക്കും. അപ്പോൾ ചെറുതിനെ രണ്ടാമത്തേനെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നും ചെക്കനാ വരെ പീടിയേക്ക്. അപ്പോൾ ഓളെ കൊണ്ടുപോയാൽ തന്നെ ഇല്ല. പിന്നെ ഇവിടെ നാലാമത്തോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓള് എന്തായാലും ചീറി പൊളിച്ചിട്ട് വരും. അപ്പോൾ ഇവരൊന്നും കാണാതെ വേണമൊക്കെ കടയിലേക്ക് പോകാൻ. അപ്പോൾ ഇവരെ ഒരുവിധം അവിടെ ഇങ്ങനെ കളിപ്പിച്ചിട്ട് ബാക്കിൽ കൂടെ പോകണം കേട്ടോ. ഞങ്ങൾക്ക് മീനൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, മേടിച്ച് വെച്ചിട്ടുണ്ട്. മത്തിയാണ്. പിന്നെ അതിക്ക് എന്തെങ്കിലും ഉപ്പേരിക്ക് വെക്കാനും പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ. അരി ഇല്ല കേട്ടോ, അരി മേടിക്കണം. പിന്നെ സോപ്പ്, തിരുമ്പാൻ സോപ്പൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ പരിസരമൊക്കെ കുറേ വൃത്തിയാക്കും പിടിക്കുകയൊക്കെ ചെയ്യായിരുന്നു കുറച്ച് 2 ദിവസമായിട്ടൊക്കെ കേട്ടോ. പാമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വാർത്തയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പേടിയായിരുന്നു കേട്ടോ, മക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കും, പുല്ലൊക്കെ പറിക്കുകയൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നടക്കും. നൂഡിൽസ് ഒന്നും വേണ്ട, നടക്കും. തിന്നാൻ പാടില്ല. സോപ്പ് എടുത്ത് അവിടെ വരണ വരെ ഇവിടെ നിൽക്കായിരുന്നു ഈ വെയിലും കൊണ്ടിട്ട്. വീട്ടിൽ കിടക്ക്. മുട്ടായി വാങ്ങിയിട്ടുണ്ട്. ചക്കുടുക മനസ്സിലായാ? എന്നാ നടന്ന് വെയിലത്ത് ഇങ്ങനെ വരില്ലേ? വണ്ടി തീക്ക്. ഞങ്ങളതിനെ പറ്റിച്ചിട്ട് പീടിയ പോയതാ. അടുത്ത് എൻ്റെ മേല് കാണാമല്ലോ. ഏയ് അടി തിരിക്ക്, വെയിലാണ് കൊള്ളണത്. ആ മൊട്ടമ്മ തിരിക്ക്. എന്നാ മുട്ടായി തരൂല കേട്ടോ. മുട്ടായി ഈ കവറിലാണ്. നടക്കൂട്. ഞാൻ പോവാ. ചക്കട് പോന്ന ഓനാടന്നോട്ടെ. സ്വായമേ വന്നൂട്. ആ വീണ് എന്താ പിള്ളി കാട്ടണത്? എനിക്ക് നടക്കാൻ വയ്യ. വേണ്ട.
അമ്മേടെ തലയിലിരിക്കാം. ചക്കൂട് നീച്ചളേ, ഓനക്ക് വയ്ക്കൂല. നീക്ക് ആയി മൊട്ടക്കുട്ടിയേ, ഞങ്ങള് വന്നിട്ടാ. ഒത്തായി വേണാ? പോയി മേടിച്ചു. മുന്തിരി കിട്ടിയില്ല, പൈനാപ്പിൾ വാങ്ങി. വായടാ മൊട്ടക്കുട്ടി, വായ. ഞാൻ കൊണ്ടുകൊടുത്തോണ്ട്. മുട്ടായില്ല പൈനാപ്പിൾ. ആ മുട്ടായി കൊണ്ട് വായ. എല്ലാവർക്കും കൊടുക്കും. അത് എത്ര കൊടുക്കാന്ന് വെച്ചാൽ കൊടുക്കും. ഇക്കണ്ട ഇക്കണ്ട, അത് സക്കുട് മേടിച്ചതാണ്. എന്താ മുട്ടായി തിന്നണേ? ഇതായിട്ട് ഞാൻ പൊടിച്ചു കൊടുക്കാം. ജിടുക്കോളൂ പൊട്ടിച്ചാല്. ആ ഇന്നെല്ലാരും കൂടി എടുത്തോ, ഒരു പാക്കറ്റോളൂ. ആ എന്നാ വേണ്ട, എടുക്കണ്ട, ഓർത്തോട്ടെ. ആരാണ് ഇജെന്റെ പീടിയൊക്കെ ഒരാച്ച്? വാവുക എടാ, ഇന്ന് എല്ലാവർക്കും കൊടുക്കടാ കുറച്ച്. എന്താ ഒരു കുറച്ച കൊടുക്ക് കേട്ടോ. പെണ്ണ് വെക്കല്ലേ. ഈ അനക്ക് തിന്നൂടെ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടാണ്ട് കേട്ടാ മതി. വെയിലൊക്കെ ആറട്ടെ. കേടുണ്ടോ? മഞ്ഞ് പോക്കാണ്ട് വെച്ചണ്ടാ അമിച്ചൊന്നോട്ടാ. പുളിണ്ടാ? കാറിന്റെ ബില്ല് ഒരു ഫാനിടെ. ഇതാ മേലത്തെ കറങ്ങുണ്ട്, അത് ഇടണ്ടട്ടാ, ഒന്നിട്ടാ മതി. എന്തിനാ അങ്ങനെ തല്ലൂടാ നിക്കണേ? കൂടുക ഇതല്ലേ ഈ ഒരു ബലൂൺ ഇങ്ങോട്ട് വാങ്ങിക്കൊടുന്നത്? പൈമലല്ലേ ഇപ്പൊ ഇവിടെ തല്ല്? സമാധാനമായ എനിക്ക്? മീനെവിടെ? അടക്ക്, ഫ്രിഡ്ജ് അടക്ക്, ഫ്രിഡ്ജ് അടക്ക്. മീൻ നന്നാക്കാൻ ഇപ്പൊ തരാട്ടാ. കുക്കുടൂന് കൊടുക്കാനേ. എവിടെ എവിടെ എൻ്റെ കുക്കുടു? പൂച്ച എവിടെയാ? മുളക് ഉണക്കിൻ്റെ ആ മുളകിക്ക് പോണ്ടട്ടാ.
ചോറ് ഇതെന്തമ്മ പൗത്ത മാങ്ങ ഇടുന്ന ചാറിക്ക് ഇത് രസം ഉണ്ടാവൂല ഇത് ഇതായിക്കണേ ചാൻസിക്കണേ ഇതാ പേര് നോക്കണം ക്യാമറ പിടിച്ചിട്ടുള്ളത് കണക്ക് തിന്നണം വെച്ചിട്ട് തരാം വരുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ഇല്ല സൈക്കിൾമ കൊട്ടണ്ട എന്തുണ്ടാക്കണേ ആ നിക്കറിയാം മീനൊക്കെ അതാ കായം പരത്തി മാറാക്കി വെക്കാണ് കേട്ടോ. കൂടുതൽ നമ്മൾ പൊരിക്കാനാണ് എടുക്കുക, കുറച്ച് നമ്മൾ ചാറ്റിക്ക് ഇടുള്ളൂ കേട്ടോ. ചോറൊക്കെ അതവിടെ ഉമ്മ ഊറ്റണുണ്ട്. ആർക്കാ മീമി വേണ്ടി? മീമി ആർക്കാ വേണ്ടി? മീമിയാണാ? ഞാൻ ഷൂ ഉണ്ടാക്കണ പഠിച്ചു, പിന്നെ ഉടുപ്പ് രണ്ടും പഠിച്ചു. എനിക്ക് ബാഗ് ഉണ്ടാക്കാനൊക്കെ അറിയാം. ഷൂവും എന്താ ഡ്രസ്സും പഠിച്ചു. ഞാൻ നൂലിട്ടില്ല, പാൽപ്പൊടി ഒന്നുമില്ല, വെറുതെ തിന്നാനില്ല, ഒക്കെ കലക്കിട്ടുണ്ട്. ചോറ് തരാ. വേറെന്താ ഉള്ളത്? അവര് വലിയ പാത്രത്തിൽ കൊടുക്കണേ, നമുക്ക് ചായ വീട്ടിട്ട് തിന്നാനാ.
വേണ്ടേ? എന്താ ചെയ്യാ? അരി വാങ്ങിക്കൊണ്ടിരുന്നേ. എന്നാ പോയതോ അരി വാങ്ങിക്കൊണ്ടിരുന്നിട്ട് എന്താ അരി? ഇത് ഞാൻ അടുപ്പത്തേക്ക് വെക്കാം അല്ലേ? എന്നിട്ടേ മീൻ പൊരിക്കാം. എവിടേക്കും പോകണ്ട. എന്തിനാ 2 രൂപ? 2 ഇല്ല 10 ഉണ്ട് വേണോ? ഇപ്പം തരാം. അവിടെ നിൽക്കേ. ഇനി നമ്മൾ പീടിയെ പോകാൻ തന്നെ നേരം വൈകിയ കാരണം ചോറും കറിയും ഇതൊക്കെ ആവാൻ നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കായേൻ്റെ ശേഷം ഇവിടെ നിന്ന് വൃത്തിയാക്കാനൊന്നുമില്ല. അപ്പം തന്നെ നമ്മൾ എല്ലാവരും കൂടി ചോറ് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊക്കെ കൂടെ ചോറാവുമ്പോൾ പിന്നെ മക്കൾക്കൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചോറ് തിന്ന് ഇത് മാങ്ങച്ചാറുണ്ടായിരുന്നു, കഴിയാനായിക്കും കേട്ടോ. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ച്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം. അപ്പം അത് വായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് മുന്നോട്ട് പോകാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. ഇത് നമ്മളെല്ലാവരും ചോറ് തന്നെയാണ് കേട്ടോ.